മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തോടതായി മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ദേവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ്വനന്മയും. ഒന്നുമില്ലാതല്ലോ ദേവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ്വനന്മയും. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ദൈവവചനമാണ് നമുക്ക് സമാധാനം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഒരു സ്നേഹവുമായി, ക്രിസ്തുവിൻ്റെ പ്രകാശവുമായി എൻ്റെ ഭവനത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് എൻ്റെ ഈ സഹോദരിയാണ്. ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി? ഞാനും എൻ്റെ കുടുംബവും എന്നേ ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോകേണ്ടതായിരുന്നു. തൃക്കാരി ദേശത്ത് എൻ്റെ അച്ഛൻ FSCTയിൽ ജോലി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ 45-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് 36 വയസ്സായിട്ടില്ല. എൻ്റെ 2 സഹോദരിമാർ ഇരട്ടകളാണ്, അവർക്ക് 14 വയസ്സായിട്ടില്ല. എനിക്ക് 16 വയസ്സാകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ 2 സഹോദരിമാരും ഉറക്കഗുളികയുമായി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച് വീട്ടിൽ അനേകം നാളുകൾ കഴിഞ്ഞതായ കാലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യേശുവിനെ അവർ കണ്ടെത്തിയില്ലായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരിമാര് ആത്മഹത്യ വഴിയായി നിത്യ നരകത്തിൽ പോകുമായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഒരിക്കലും ദൈവരാജ്യം കിട്ടും എന്ന് തിരുവചനം പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് എത്രയോ സങ്കടകരമായ ഒരു അനുഭവമാണ്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഭക്തനായ ദൈവദാസൻ, ഈ നൂറ്റാണ്ടിന്റെ അപ്പോസ്തലൻ, അദ്ദേഹം സ്വർഗീയ ദർശനങ്ങളിൽ അദ്ദേഹത്തെ കർത്താവ് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോയപ്പോൾ നരകത്തിന്റെ ഭയാനകത കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന്, വലിയൊരു ഭാഗത്ത് നിന്ന് അയ്യോ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കാം. അപ്പോൾ സാധു സുന്ദർ സിംഗ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അത് ആരാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അത് ഈ ഭൂമിയിൽ നിന്ന് സ്വയം ജീവിതം അവസാനിപ്പിച്ച് കടന്നു വന്ന ആത്മാക്കൾ അവർ പറയുകയായിരുന്നു, അത് വേണ്ടായിരുന്നു, അതങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഒരു പെട്ടെന്നുള്ള വിക്ഷോഭത്തിൽ, വികാരത്തിന്റെ പ്രവണതയിൽ ഈ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആത്മഹത്യ ചിന്ത കൊണ്ടുവരുന്നത് ദുരാത്മാവാണ്. അത് എത്ര വലിയ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്നവർക്കും ചിലപ്പോൾ ഒരു നിരാശ വന്നാൽ ആത്മഹത്യാ ചിന്തകൾ വരും. പ്രിയപ്പെട്ടവരെ, 2020 ഞങ്ങളെല്ലാം ചെറിയ ചെറിയ കഷ്ടതകളിലൂടെയെല്ലാം കടന്നുപോയ ഒരു സമയമുണ്ട് ആത്മീയമായി. അന്ന് ഞാൻ വളരെ സൂക്ഷിച്ചിരുന്നു, വളരെ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഒരു സങ്കടവും ഒരു മടുപ്പുമെല്ലാം വരുമ്പോൾ ഒരിക്കലും ഒരു നിരാശയുടെ ചിന്ത, അഥവാ ജീവിതം വേണ്ട എന്നോ അങ്ങനെയൊന്നും ചിന്ത ഒരിക്കലും വരല്ലേ എന്നോർത്ത് കർത്താവിൻ്റെ കൃപയിൽ അങ്ങനെ ശരണപ്പെട്ടിരുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അന്നത്തെ എൻ്റെ ചെറുപ്രായത്തിൽ താന്തോന്നിയായി ജീവിക്കുന്ന കാലം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ഒരവസ്ഥയിൽ ആയിരിക്കേണ്ടതല്ല. എന്നാൽ ആ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹം, നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം, ഞങ്ങളുടെ തൃക്കാരി ആകെ വളരെ പ്രസിദ്ധമായൊരു അമ്പലം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ക്രിസ്ത്യാനി കുടുംബമേ അന്നുള്ളൂ. യേശുവിനെ പറ്റി കേൾക്കാൻ സാധ്യതയില്ല.
ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒരു പെരുന്നാളോ ഇങ്ങനെയുള്ള യാതൊരു സാഹചര്യങ്ങളും ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടില്ല. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം, അദർശനായ ദൈവത്തിൻ്റെ സ്നേഹം, അനാഥരെയും വിധവമാരെയും തേടി വരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അന്ന് വന്ന് കടന്നു പിടിച്ചതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പ്രവൃത്തിയിലെ 17-ാം അധ്യായത്തിലുണ്ട്. അവിടെ ബെരോവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറേയധികം വിശ്വാസികളുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ്, ബർന്നവാസ് ഇങ്ങനെയുള്ള ക്രിസ്തു ശിഷ്യന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവർ ചുമ്മാ കേട്ടിരിക്കുക മാത്രമല്ല, അവര് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്യുമായിരുന്നു. നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ആകെയുള്ള പ്രമാണം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഒരു ജോലിക്കാരൻ അഥവാ ഒരു ജോലിക്കാരി എങ്ങനെയായിരിക്കണം? നാം ഈ തലമുറയിൽ നമ്മുടെ വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം? നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? നമ്മുടെ ശരീരത്തെ നാം ബാഹ്യമായും ആന്തരികമായും എത്ര വിശുദ്ധിയോടും എത്ര വെടിപ്പോടും കൂടി കാത്തു സൂക്ഷിക്കണം? എൻ്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയെല്ലാം ആയിരിക്കണം? എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമുണ്ട്. യെശയ്യാ 59 അവസാനത്തെ വാക്യമാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും നീങ്ങിപ്പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെയും യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്തിനാണ് ഈ മക്കളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഭാരമെടുക്കുന്നത്? ഇങ്ങനെയൊരു വാഗ്ദത്ത വചനമുണ്ടല്ലോ. പെട്ടെന്ന് ഞാനൊന്ന് തരിച്ചിരുന്നു, ഞാനൊന്ന് ഭയപ്പെട്ടു. കാരണം എന്താണ് കർത്താവ് പറഞ്ഞത്? നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന ദൈവത്തിൻ്റെ വചനം, അത് നിന്നിലുണ്ടെങ്കിൽ മാത്രമേ നിന്റെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാൾ നീങ്ങിപ്പോകാതിരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവെ, ഒരിക്കലും എനിക്ക് ആത്മാവിനെ കിട്ടി, ഒരിക്കലും എനിക്ക് വചനം കിട്ടി. അതേ വചനം, അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ അതിൽ നിലനിന്നാൽ മാത്രമേ എനിക്കും എൻ്റെ തലമുറയ്ക്കും അനുഗ്രഹം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം വളരെ ഭയത്തോടെ വേണം ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് ചിന്തിക്കുവാനും അത് ധ്യാനിക്കുവാനും വചനപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലില്ലാത്ത ഒരു അനുഗ്രഹം നമ്മുടെ തലമുറയ്ക്ക് വേണമെന്ന് നാം ആഗ്രഹിക്കുന്നത് മൗഢ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സങ്കീർത്തനം 37:3 എന്താണ്? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ തരാമെന്ന്. സ്തോത്രം. ഇപ്പോൾ എന്താണ് മോളെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം? എനിക്കും പറയാനുണ്ട്. കൊച്ചു എത്രയോ ആഗ്രഹങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം പറയാനുള്ള സ്ഥലമാണ് യേശുക്രിസ്തുവിൻ്റെ പാദപീഠം. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര സമയം വേണമെങ്കിലും എത്ര കാര്യങ്ങൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു എല്ലാം കേട്ടു നിൽക്കും. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ. എന്നാൽ അതിനു മുമ്പിൽ കണ്ടീഷനുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം, യഹോവയിൽ തന്നെ രസിക്കണം. എങ്കിൽ മാത്രമേ ഈ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. നിങ്ങൾ പലരും ജോലി ചെയ്യുന്നു. അങ്ങനെ നാം ജോലി ചെയ്യുന്നവരെങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമായി വചനം പറയുന്നുണ്ട്. തീത്തോസ് 2:3 വായിച്ച് കേൾക്കാം. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ എന്നാണ് പറഞ്ഞു പോകുന്നത്. വൃദ്ധമാരെ എങ്ങനെയായിരിക്കണം? ഈ വൃദ്ധമാരെന്നുള്ളത് ഇത് എല്ലാവർക്കുമുള്ള കൽപ്പനയാണ്. കാരണം വൃദ്ധമാർ ഈ ഒരു എത്ര വാർദ്ധക്യത്തിലാണെങ്കിലും എത്ര ചെറുപ്പത്തിലും അങ്ങനെയായിരിക്കണം. ഏത് മരിക്കുന്ന മൂക്കിൽ നിന്ന് ജീവശ്വാസം പോകുന്ന സമയം വരെയും അവര് എങ്ങനെയായിരിക്കണം? പവിത്രയോഗ്യമാരായിരിക്കണം. പവിത്രത, ചാരിത്രശുദ്ധി, നിർമ്മലത, യാതൊരു അശുദ്ധിയും അഴുക്കും ഒന്നും പറയാൻ വകയില്ലാത്തവരായിരിക്കണം വൃദ്ധമാർ. എല്ലാ സ്ത്രീകളും അങ്ങനെയായിരിക്കണം. ലിവിംഗ് ബൈബിൾ ഇങ്ങനെ പറയും, ബി ക്വയറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഇൻ എവറിത്തിങ് ദേ ഡു. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ശാന്തമായ നല്ല ഒരു കാട്ടിലേക്ക് ചെന്നു. നല്ല മനോഹരമായ ഒരു മഞ്ഞുകാലം. രാവിലെ ഒരു 7 മണി, മഞ്ഞിങ്ങനെ പതിയെ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാടിൻ്റെ നടുവിലൂടെ ഏതാണ്ട് ഈ ഒരു വീതിയുള്ള ഒരു ചെറിയ തോടിങ്ങനെ ഒഴുകുന്നു.
അതിലൂടെ വെള്ളം ഇങ്ങനെ കണ്ണുനീര് പോലത്തെ വെള്ളം ഇങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബി ക്വയറ്റ്. എല്ലാ കാര്യങ്ങളിലും വളരെ ശാന്തസുന്ദരമായ ഒരു ഭാവം മാത്രം എല്ലാ സ്ത്രീകളിലും ഉണ്ടായിരിക്കണം. മാത്രമോ ആൻഡ് റെസ്പെക്ട്ഫുൾ, എല്ലാവരോടും ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ബഹുമാനത്തോടെ. ഭർത്താവിനോട് മാത്രമല്ല ബഹുമാനം, മാതാപിതാക്കളോട് മാത്രമല്ല ബഹുമാനം, മക്കളോടും മരുമക്കളോടും പോലും ആയിരിക്കണം. എല്ലാത്തിലും ആരെയും തുച്ഛീകരിക്കാത്തതായ ഒരു പ്രവണത എന്നും സ്ത്രീകൾ ഉണ്ടായിരിക്കണം. അവര് പവിത്ര യോഗ്യമാരായിരിക്കണം. പവിത്രതയ്ക്ക് അനേകം വശങ്ങളുണ്ട്. ഏത് വശം നോക്കിയാലും പവിത്രത നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരിക്കണം. 2, ഏഷണി പറയാത്തവരും. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ എല്ലാം പറയുന്നുണ്ട്, സ്ത്രീകൾ ഏഷണി പറയാത്തവർ. 2 തിമോത്തിയോസ് 3-ൽ പറയുന്നുണ്ട്, വെറുതെ വീടുകളിൽ നൂണ് കിടന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നവരായിരിക്കരുത്, പരകാര്യങ്ങളിൽ ഇടപെടുന്നവരായിരിക്കരുത്. ആർക്കാണ് ഈ ഏഷണി വരുന്നത്? ആർക്കാണ് ഈ ഏഷണിയുടെ സ്വഭാവം വരുന്നത്? അപ്പോസ്തലൻ തിമോത്തിയോസ് പറയുന്നത്, നീ പരകാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം അറിയുവാനും അത് അന്വേഷിക്കുവാനും പ്രവണതയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ഏഷണിയുടെ പ്രവണത വരും. എന്തിനാ അന്വേഷിക്കുന്നത്? അത് മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരോട് പറഞ്ഞ് പരത്തുന്നതിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും. അതെന്തിനാണ് വൃദ്ധന്മാരോട് അങ്ങനെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മസ്റ്റ് നോട്ട് ബി ഡ്രിങ്കേഴ്സ്. സ്ത്രീകൾ, വൃദ്ധമാര് വീഞ്ഞ് അഥവാ മദ്യത്തിന് അടിമപ്പെടാത്തവരായിരിക്കണമെന്ന്. ഈ മദ്യം അഥവാ വീഞ്ഞ് കലഹക്കാരനാകുന്നു. ബൈബിളിലുള്ള വാക്യമാണ്. മനുഷ്യ ജീവിതത്തിൽ അഥവാ സ്ത്രീകളുടെ ജീവിതത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ഏത് കാര്യവും വീഞ്ഞിന് തുല്യമാണ്. ഏഷണി പറയുന്ന കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്ന ഒരു പ്രവണത. ഒരിക്കലും ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല. ഒരു ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ള ഒരാള് ഒരു രഹസ്യം പറഞ്ഞു, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ അത് മറ്റാരോടെങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതായ ഒരു പ്രവണത അതിങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ തിക്കുകയാണ്. നമ്മുടെ ഈ രക്തത്തിന്റെ ഓട്ടത്തിൽ ഏത് കാര്യം ചെയ്യാൻ ഇങ്ങനെ ത്വര വരുന്നു, ആഗ്രഹം വരുന്നു, അത് വീഞ്ഞിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ആഗ്രഹം വരുന്നു, അത് വീഞ്ഞിന് തുല്യമാണ്. നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ലഹരി ഏതാണോ, അത് ഈ ലോകത്തിന്റെ ആഡംബരമാണോ, ഈ ലോകത്തിന്റെ വസ്ത്രധാരണ ഭ്രമങ്ങളാണോ, അല്ല ഈ ചിലക്കൊണ്ട് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം, എന്നും പുതിയ പുതിയ റെസിപ്പികൾ, പുതിയ പുതിയ വിഭവങ്ങൾ, ഇതൊന്നും തെറ്റല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നിലും നാം അടിമപ്പെട്ടു പോകരുത്. ചിലക്കൊണ്ട് വേറെ ആരുടെയും കാര്യം, ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, വേറെ ആരുടെയും കാര്യം നോക്കില്ല, അതന്വേഷിക്കാൻ താല്പര്യവുമില്ല. പെങ്ങന്മാരുടെയോ ആങ്ങളമാരുടെയോ മക്കൾ, അവരെങ്ങനെയും ആയിക്കൊള്ളട്ടെ, അപ്പനും അമ്മയോ അവരെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ. ഞാൻ കല്യാണം കഴിച്ച് ചെന്ന വീട്ടിലെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയോ, അത് ഞാൻ എന്തിനു അന്വേഷിക്കണം? ഞാൻ എൻ്റെ കുടുംബം, ഞാൻ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ. അതൊരു സ്വാർത്ഥതയാണ്, അതൊരു സെൽഫിഷ്നെസ് ആണ്. അതാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ അതും ഒരു വീഞ്ഞാണ്, അതൊരു ലഹരിയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യമാണോ എന്നെ നയിക്കുന്നത് അത് വീഞ്ഞിന് തുല്യമാണ്, മദ്യത്തിന് തുല്യമാണ്. എന്തുണ്ടാകുന്നു? ഇത് കലഹത്തിന് ഹേതുവാവുകയുള്ളൂ. ഈ ഒരു സ്വഭാവം കലഹം കൊണ്ടുവരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിമപ്പെട്ടു പോകരുത്. എന്നിട്ട് അങ്ങനെയുള്ള അമ്മമാര് വേണം പെൺമക്കളോട് അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും, നിങ്ങൾ സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും, നിങ്ങൾ സ്വന്തം കുടുംബം നോക്കുന്നവരും എല്ലാവരും ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള വൃദ്ധമാരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? 1 തിമോത്തിയോസ് 2-ാം അധ്യായം 15-ാം വാക്യമാണ്, വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലും സ്നേഹത്തിലും സുബോധത്തിലും പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നാം ചിന്തിച്ചു വന്നത് നവോമി എന്ന് പറയുന്നതായ ഒരു അമ്മയെക്കുറിച്ചാണ്. നവോമി ഒരു ഭാര്യയാണ്, പിന്നെ നവോമി ഒരു വിധവയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നവോമിയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ. ഈ നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
പ്ലസന്റ്, സന്തോഷവതി, ഇല്ലേ? സന്തോഷവതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സന്തോഷവതി, പേരിന്റെ അർത്ഥം സന്തോഷവതി. പക്ഷേ നാം പഠിക്കുന്ന നവോമി സന്തോഷമില്ലാത്തവളായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പേര് അന്വർത്ഥമാകുന്ന രീതിയിൽ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരും. നിങ്ങളെല്ലാവരും ഒരു വിളക്ക് തിരി ഇങ്ങനെ കത്തിച്ച് പിടിച്ച് നിന്നാൽ എന്തൊരു അനുഗ്രഹമായിരിക്കും, എന്തൊരു ഭംഗിയായിരിക്കും അതിന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും സ്ത്രീ രത്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോഴാണ് ഒരു ഭാര്യ എന്ന ഒരു പദം, അത് ഭാര്യ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമാണ്, അല്ല ഭാര്യ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മനസ്സുള്ള ഒരു ഭാര്യയായിരിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം തരുന്ന ഭാഗ്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും കത്തിച്ച് പിടിച്ച് നിൽക്കുന്ന വിളക്ക് പോലെ ആയിരിക്കണം പ്രിയരെ. നിങ്ങളുടെ വീട്ടിൽ വരുന്ന നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പെരുമാറുന്ന രീതി കാണുന്ന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് പെരുമാറുന്ന രീതി കാണുന്ന, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്ന രീതി കാണുന്ന, നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങളുടെ സാഹചര്യത്തിലോ മേലുദ്യോഗസ്ഥരോടോ അധ്യാപകരോടോ പെരുമാറുന്ന രീതി കാണുന്ന, അധ്യാപകരെ ബഹുമാനിക്കുന്ന രീതി കാണുന്ന, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. അതാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശം ഒരിക്കലും അടച്ചു വെക്കാൻ സാധിക്കില്ല. വിളക്ക് കത്തിച്ചിട്ട് തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അത് പറയും കീഴിൽ വയ്ക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചത്തെ അടക്കി വെക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, യേശുക്രിസ്തു ഉണ്ട്, യേശുക്രിസ്തുവിന്റെ ആത്മാവുണ്ട്, യേശുവിന്റെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുറ്റം കർത്താവ് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. എൻ്റെ യേശുവേ, എൻ്റെ കുറ്റങ്ങൾ എന്തൊക്കെയാണോ, എനിക്ക് തിരുത്താൻ എന്തൊക്കെയാണോ, എൻ്റെ അലസതകൾ എന്തൊക്കെയാണോ, എല്ലാം എനിക്കൊന്ന് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ കർത്താവ് ബോധ്യപ്പെടുത്തി തരും. നിങ്ങൾക്ക് ഇതിനോടകം ബോധ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്കറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇനിയും തിരുത്താനുള്ള പല കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കി തരുന്നു. നാം ആരും അന്യരല്ല, നാം ആരും തികഞ്ഞവരല്ല. യേശുക്രിസ്തു നമ്മുടെ അരികിലുണ്ട്. കർത്താവേ, തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക, എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. 1 അധ്യായം 16 വാക്യം ഇങ്ങനെയാണ്. അതിന് രൂത്ത്, ഒരു നവോമിയുടെ മരുമകളാണ് രൂത്ത് എന്ന് പറയുന്നത്. അമ്മാവിമ്മയായിരുന്നു. പിന്നെ ഈ മരുമക്കളാകുന്ന രൂത്തും ഓർപ്പയും നവോമിയെ പരിചയപ്പെടുമ്പോൾ നവോമി ഒരു വിധവയായിരുന്നു. പിന്നീട് ഒരു വീട്ടിൽ കുറെ കാലം താമസിച്ചു. അങ്ങനെ ഒടുവിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത് രൂത്ത് പറയുന്ന ഒരു വാക്കാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ രൂത്ത് എന്ന് പറയുന്ന ആ മോവാബ്യ അന്യജാതിക്കാരിയായ പെൺകുട്ടി ആദ്യം കണ്ടത് അമ്മാവിയമ്മയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ കാണരുത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ നാം ഒരു ദൈവ സ്നേഹം ആദ്യം നാം കണ്ടുമുട്ടുന്നത് ഒരാളിലുള്ളതായ ഒരു വെളിച്ചം. പക്ഷെ അത് എന്ത് ചെയ്യുന്നു? മനുഷ്യരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയല്ല. രൂത്ത് പറഞ്ഞു, അതിന് അവസാനം പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്ന്. നീ വിധവയായിരുന്ന കാലത്തും, ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയ കാലത്തും, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് രോഗമുണ്ടായിരുന്ന കാലത്തും, എല്ലാ പ്രതിസന്ധികൾ വന്ന കാലത്തും ഇത്രയും സമാധാനത്തോടെ, ഇത്രയും സന്തോഷത്തോടെ, ഇത്രയും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഇടവരുത്തിയതായ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് പിടികിട്ടി. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീനെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് അത് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. എൻ്റെ അനുകാരികളാകുവീൻ എന്നുള്ളതായ പ്രാഗൽഭ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മക്കളോട് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം, ഈ അമ്മയെ കണ്ട് പഠിക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ അമ്മ വേദവസ്തം വായിക്കുന്നത് പോലെ, ചിട്ടയായിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ, എന്നെ കണ്ട് പഠിക്കും മക്കളെ എന്ന് പറയാൻ, എന്നെ കണ്ട് പഠിക്കുക എൻ്റെ കൊച്ചുമക്കളെ എന്ന് പറയാൻ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾ വിവാഹം കഴിയാത്തവര്, ഈ തലമുറയിൽ വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി എങ്ങനെയായിരിക്കണമെന്ന്. ശരിയാണ്, ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാലമാണ്.
സിദ്ധാന്തമാണ്. പക്ഷേ അതൊക്കെ പഴഞ്ചൻ സിദ്ധാന്തമാണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാലും പറഞ്ഞാലും ശരി, എൻ്റെ ഈ ശരീരം, എൻ്റെ കൈ ആർക്ക് ക്ഷയിക്കാൻ കൊടുക്കണം, എന്നെ ആര് ഇടപെടണം, എന്നോട് ആര് സംസാരിക്കണം, എത്ര ദൂരത്തുനിന്ന് സംസാരിക്കണം, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ശരീരത്തിൽ, എൻ്റെ ആയുസ്സിൽ എനിക്ക് വിലപ്പെട്ടത് പലതുമുണ്ട്. അതൊന്നും ഒരിക്കലും നഷ്ടമല്ല. ഇത് മാത്രമേ തലമുറകളിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. പ്രിയപ്പെട്ടവരെ, ആ നവോമി ഒരു ചെറിയൊരു വീഴ്ച പറ്റിയ സ്ത്രീ ആയിരുന്നു. അവൾ ക്ഷാമം വന്നപ്പോൾ മോവാബ് ദേശത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ ലോത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലുള്ള വായിക്കുന്നു, അവൾ മരുമക്കളെയും സ്വന്തം സ്ഥലവും എല്ലാം വിട്ട് അവൾ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി എന്ന്. കർത്താവേ, ഈ ലോകം അതിന്റെ അഴുക്കും അതിന്റെ അശുദ്ധിയും അതിന്റെ മോഹങ്ങളും അതിന്റെ മ്ലേച്ഛതകളും ഒന്നും എനിക്ക് സമാധാനം തന്നിട്ടില്ല. ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലും തോറും, ലോകസുഖങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും എൻ്റെ ഉള്ളിൽ അസമാധാനവും എൻ്റെ ഉള്ളിൽ കലഹവും, വീഞ്ഞു കുടിക്കുന്നവരെ പോലെ ലഹരിയും പിടിച്ച് ഞാനിതാ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ നടക്കുകയാണ്. കർത്താവേ, എന്നെ കാണുന്ന എൻ്റെ ഭർത്താവോ, എൻ്റെ മക്കളോ, എൻ്റെ മാതാപിതാക്കളോ, എൻ്റെ ജോലി സ്ഥലത്തുള്ളവരോ, എൻ്റെ സാഹചര്യത്തുള്ളവരോ ഇതുപോലൊരു സ്ത്രീ ആയിരിക്കണമെന്ന് പറയത്തക്കവണ്ണം യാതൊന്നും എൻ്റെ കൈവശമില്ല. എന്നാൽ എൻ്റെ യേശുവേ, എല്ലാം തകർന്നതിനെയും എൻ്റെ കർത്താവേ, നവോമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോയപ്പോൾ നവോമിയുടെ കൂടെ നിന്നതായ മരുമക്കൾ പറഞ്ഞു, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിയില്ല എന്ന്. അത് നവോമിയോടല്ല പറയുന്നത്, ദൈവത്തോടാണ് പറയുന്നത്. കർത്താവേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം അത് മരണത്താൽ മാറാത്തൊരു ബന്ധമാണ്. ഈ ലോകത്തിൽ തുടങ്ങുന്ന ബന്ധം നിത്യതയോളം തുടരുന്ന ബന്ധം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ നവോമിയും ഈ രൂത്തുമെല്ലാം ഒരു നാൾ നാം നിത്യതയിൽ കൃപയാൽ കടന്നു ചെല്ലുമ്പോൾ അവരെയെല്ലാം നാം കാണും. ഹാഗാറിനെ കാണും, സാറയെ കാണും, റിബേക്കയെ കാണും, വിശുദ്ധന്മാരെ കാണും. പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ചെല്ലണ്ടേ? നമ്മുടെ ഭർത്താവ് അവിടെ വരണ്ടേ? മാതാപിതാക്കൾ വരണ്ടേ? നമ്മുടെ മക്കൾ വരണ്ടേ? മുലപ്പാൽ കൊടുത്ത്, ആഹാരം ഊട്ടിക്കൊടുത്ത്, കുഞ്ഞുടെ പിടിപ്പിച്ച്, കയ്യിൽ ബൈബിളും കൊടുത്തുവിടുത്ത് വാക്യങ്ങളെല്ലാം പഠിപ്പിച്ച് വളർന്ന് വലുതായ മക്കൾ, ഹല്ലേലൂയ, അവര് നാളെ ദൈവരാജ്യത്തിൽ നമുക്കൊപ്പം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, അതിന് കുറുക്ക് വഴികളില്ല. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ, നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം വരട്ടെ. യേശു വചനം അയക്കുന്ന സമയം, യേശു ആത്മാവ് അയക്കുന്ന സമയം പറയൂ, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. കർത്താവേ, എന്നെ നിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ രത്നമാക്കി തീർക്കണമേ. അതിന് മറയായി നിൽക്കുന്ന എല്ലാം ഇപ്പോൾ നിന്റെ ഒരു തുള്ളി രക്തത്താൽ കഴുകി തരുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ പേര് ജീവന്റെ വസ്ത്രം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് വലിയൊരു വെളിച്ചം വന്ന് പകരുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രോഗം മാറുന്നു. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കുന്നതായി ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. എൻ്റെ നാഥ, അവിടെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന മനോഹര സമയത്ത് ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവേ, നൊമ്പരങ്ങളും സ്വകാര്യ ദുഃഖങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളെല്ലാം ഇരിക്കുന്ന അനേകരുണ്ടല്ലോ, വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ടല്ലോ. കർത്താവേ, എൻ്റെ നാഥ, എല്ലാറ്റിനും ഉത്തരമായി ഉയർന്നവനും ഉയർന്നിരിക്കുന്നവനും ഇതാ എൻ്റെ ദൈവമേ സിംഹാസനത്തിരിക്കുന്നവനും രാജാതിരാജനുമായ യേശുങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.